ഹലോ എവരി വൺ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് M6-ലെ ചാപ്റ്റർ 7 ആണ്, മെഷീൻ ലേണിംഗ് ആൻഡ് AI. മെഷീൻ ലേണിംഗ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഈ രണ്ട് വേർഡ് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളൊരു വേർഡാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ ഇന്ന് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന, നമ്മൾ ഒരുപാട് കേട്ട് വന്നിട്ടുള്ള ഒരു വേർഡാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഫാദർ എന്ന് പറയുന്നത് ജോൺ മെക്കാത്തി എന്ന് പറയുന്ന വ്യക്തിയാണ്. ദ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഓഫ് മേക്കിംഗ് ഇൻ്റലിജൻറ്റ് മെഷീൻസ്, എസ്പെഷ്യലി ഇൻ്റലിജൻറ്റ് കമ്പ്യൂട്ടർ പ്രോഗ്രാംസ്. അപ്പോൾ നമുക്കറിയാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതായത് അങ്ങനത്തെ ഇല്ലാത്തൊരു ബുദ്ധി അല്ലേ, കൃത്രിമ ബുദ്ധി എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ബുദ്ധി, ഇൻ്റലിജൻസ് നമുക്ക് മെഷീനിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്യാപ്പബിലിറ്റി ഓഫ് മെഷീൻ ടു മിമിക് ലൈക്ക് ഇൻ്റലിജൻറ്റ് ഹ്യൂമൻ ബീയിങ്. അതായത് ഒരു ഇൻ്റലിജൻറ്റ് ഹ്യൂമൻ ബീയിങ്ങിനെ പോലെ നമ്മുടെ ഈ മെഷീൻസിന് മിമിക് ചെയ്യാൻ അല്ലെങ്കിൽ ആക്ട് ചെയ്യാനുള്ള ഒരു ക്യാപ്പബിലിറ്റിയാണ് എന്തെന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തതാണ് മെഷീൻ ലേണിംഗ്. നമുക്ക് ഇത് രണ്ടുമാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത് ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പാർട്ടാണ്. അപ്പോൾ അതെന്താണെന്നൊക്കെ നമ്മൾ അടുത്ത സെക്ഷനിൽ പറയുന്നതാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ബുദ്ധിയും ചിന്താശേഷിയും അനുകരിക്കാൻ ശ്രമിക്കുന്ന യന്ത്രങ്ങൾ അല്ലെങ്കിൽ മെഷീൻസ്, അതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മനുഷ്യനെ പോലെ ചിന്തിക്കാനും പഠിക്കാനും തീരുമാനമെടുക്കാനൊക്കെ കഴിയുന്ന കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ, അതൊക്കെ സൃഷ്ടിക്കാനാണ് എന്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ലക്ഷ്യം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ അത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് നമ്മുടെ ഈ ഒരു AI എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലോട്ടും കടന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ മൊബൈൽ ഫോണിലാണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം, നമ്മളെ മൊബൈൽ ഫോൺ ഓപ്പൺ ആക്കി വെച്ച് നമ്മൾ ഗൂഗിൾ അസിസ്റ്റൻറ്റിനോടോ അല്ലെങ്കിൽ സിറിനോടോ ഒക്കെ ചോദിക്കൂലേ, സംസാരിക്കുന്നുണ്ട്. അതൊക്കെ ഒരു AI ആണ്. അതുപോലെ നമ്മുടെ ഇപ്പോൾ യൂട്യൂബിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോസ്, കണ്ടൻറ്റുകൾ നമ്മുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി നമുക്ക് സജസ്റ്റ് ചെയ്യും അവരല്ലേ. അതൊക്കെ AI-ൻ്റെ കടന്നുവരവോട് കൂടി ഉണ്ടായതാണ്. അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാനുള്ളത് മെഷീൻ ലേണിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ മെഷീൻ ലേണിംഗ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് ആദ്യം നോക്കാം നമുക്ക്. അപ്പോൾ മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത് ഇതിൽ പറയുന്നുണ്ട്, മെഷീൻ ലേണിംഗ് അലോവ്സ് കമ്പ്യൂട്ടേഴ്സ് ടു ഓട്ടോമാറ്റിക്കലി ലേൺ ഫ്രം പ്രീവിയസ് ഡാറ്റ. ഈ മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത് ഒരു AI-ൻ്റെ പാർട്ടാണ്, AI-ൽ വരുന്ന ഒരു ഭാഗമാണ്. അപ്പം ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ, പ്രീവിയസ് ഡാറ്റയിൽ നിന്ന് നമ്മുടെ ഈ കമ്പ്യൂട്ടേഴ്സിനെ ലേൺ ചെയ്യിപ്പിക്കുക, അതാണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ചെറിയൊരു കുട്ടി, ഇപ്പം നേരെ ജനിച്ചൊരു കുട്ടി കുറച്ചൊക്കെ വലുതായിട്ട് ഒരു തീ കണ്ടാൽ ഫസ്റ്റത്തെ ഇതിൽ ആ കുട്ടി വന്നിട്ട് വേണമെങ്കിൽ തൊടാം, ആ തീയിൽ തൊടാം. ആ സമയത്ത് അത് പൊള്ളുമ്പോൾ കൈ പിൻവലിക്കുന്നുണ്ട് അല്ലേ. അപ്പം വീണ്ടും കുറച്ചുകൂടെ കഴിഞ്ഞ് ആ കുട്ടി അതേപോലെ ഒരു തീ കാണുന്ന സമയത്ത് വീണ്ടും കൈ അതിലോട്ട് കൊണ്ടുവെക്കുമോ? ഇല്ല. കാരണം എന്താ, ആ കുട്ടി എക്സ്പീരിയൻസ് ചെയ്തു. അവിടെ ആ തീയിൽ തൊട്ടാൽ കൈ പൊള്ളുമെന്ന് ആ കുട്ടി പഠിച്ചു. അതെങ്ങനെ പഠിച്ചു. പക്ഷേ അടുത്തൊരു ഘട്ടം വരുന്ന സമയത്ത്, ആ ഒരു തീ കാണുന്ന സമയത്ത് ആ കുട്ടി എന്താക്കില്ല, ആ കൈ അതിലോട്ട് വെക്കില്ല. കാരണം എന്താ, ആ പ്രീവിയസ് നോളജ് വെച്ചിട്ട് ആ കുട്ടി മനസ്സിലാക്കിയിട്ടുണ്ട് അതിൽ കൈ വെച്ചാൽ പൊള്ളുമെന്നുള്ളത്. അപ്പം ഇങ്ങനെ മെഷീനിനെ പ്രീവിയസ് ഡാറ്റ വെച്ചിട്ട് ലേൺ ചെയ്യിപ്പിക്കുക, അതാണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മെഷീൻ ലേണിങ്ങിന് മൂന്ന് ടൈപ്പാണുള്ളത്: സൂപ്പർവൈസർ ലേണിംഗ്, അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് ആൻഡ് റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ്. അപ്പോൾ അതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് രണ്ട് ലേണിംഗ് ആണ്, സൂപ്പർവൈസ്ഡ് ലേണിങ്ങും അൺസൂപ്പർവൈസ്ഡ് ലേണിങ്ങും. അപ്പോൾ ഫസ്റ്റ് വൺ സൂപ്പർവൈസ്ഡ് ലേണിംഗ് ആണ്.
ആസ് ഇറ്റ്സ് നെയിം സജസ്റ്റ് ഈസ് ബേസ്ഡ് ഓൺ സൂപ്പർവിഷൻ. ആ ഒരു പേരിൽ തന്നെ ഉണ്ട്, അതൊരു സൂപ്പർവിഷൻ്റെ ബേസിലാണ്. ഇപ്പോൾ ഇത് ഒരുപാടുണ്ട് വായിക്കാൻ, അതൊന്നും കണ്ട് പേടിക്കൊന്നും വേണ്ട. അത് സിമ്പിളായി പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു പഠന രീതിയാണ് ഈ ഒരു സൂപ്പർവൈസർ ലേണിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, സാമ്പിൾ ലേബിൾഡ് ഡാറ്റ നമ്മൾ മെഷീനിന് പ്രൊവൈഡ് ചെയ്യുന്നത്. മെഷീന് പ്രൊവൈഡ് ചെയ്യുക എന്തിനു വേണ്ടിയിട്ടാണ്? ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട്, പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ നമ്മളിങ്ങനെ ലേബിൾഡ് ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ ഒരു മെഷീന് കാണിച്ചു കൊടുക്കുകയാണ്, ഇത് ക്യാറ്റാണ്, ഇത് ഡോഗാണ്. അങ്ങനെ ഡോഗിനും ക്യാറ്റിനും അതിൻ്റെ ഫീച്ചേഴ്സും ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്. ക്യാറ്റിൻ്റെ ചെവി ഇങ്ങനെ ആയിരിക്കും, ഡോഗിൻ്റെ വാൽ ഇങ്ങനെ ആയിരിക്കും. അങ്ങനെ അതിൻ്റെ ക്യാറ്റിനെയും ഡോഗിനെയും കുറിച്ച് ഇങ്ങനെ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കുക. നമ്മൾ അതിനെ ട്രെയിൻ ചെയ്യിപ്പിച്ചു. എന്നിട്ട് അത് കഴിഞ്ഞ ശേഷം, ആ ഒരു ലേബിൾഡ് ഡാറ്റ കൊടുത്ത ശേഷം നമ്മൾ എന്താക്കാന്ന് നമ്മൾ ചോദിക്കും. ഒരു ഡോഗിൻ്റെ ഫോട്ടോ ഒരു ഡോഗിനെ കാണിച്ചിട്ട് ചോദിക്കുകയാണ് ഇതെന്താണ് ചോദിക്കുന്ന സമയത്ത് ആ മെഷീൻ പറയും ഇത് ഡോഗാണെന്ന് പറയും. അപ്പം അങ്ങനെ നമ്മൾ കുറേ ഡാറ്റ അതിലോട്ട് കൊടുത്തിട്ട് അതിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതാണ് സൂപ്പർവൈസ്ഡ് ലേണിംഗ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ജസ്റ്റ് വായിച്ചാൽ മതിയാവും കേട്ടോ. അപ്പം ഈ ഒരു സൂപ്പർവൈസ്ഡ് ലേണിങ്ങിൽ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്, ആ മെഷീനെ ട്രെയിൻ ചെയ്യിക്കാൻ ചെയ്യുന്നത് വിത്ത് ഇൻപുട്ട് കൊടുത്തിട്ട് നമ്മൾ ട്രെയിൻ ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് നമ്മൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എങ്ങനെ കിട്ടുന്നത്? മെഷീനോട് ചോദിക്കുക, പ്രെഡിക്റ്റ് ചെയ്യാൻ പറയാണ്. ഈ ഒരു ഔട്ട്പുട്ട്സ് ഡാറ്റ സെറ്റ് വെച്ചിട്ട് നമുക്ക് എന്താണ് ഔട്ട്പുട്ട് വേണ്ടത്, ആ ഒരു ഡാറ്റ സെറ്റ് വെച്ചിട്ട് നമ്മൾ ചോദിക്കുന്ന സമയത്ത് മെഷീൻ പ്രെഡിക്റ്റ് ചെയ്യും. പ്രീവിയസ് നോളജ് വെച്ചിട്ടുള്ള ആ പ്രീവിയസ്ലി നമ്മൾ കൊടുത്തിട്ടുള്ള ഡാറ്റ വെച്ചിട്ട് ഇത് ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വേറൊരു ഉദാഹരണം, നമ്മളിപ്പോൾ കോളേജിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ വിദ്യാർത്ഥികളുടെ മാർക്ക് അനുസരിച്ച് നമ്മൾ പാസ്സായവരെയും ഫെയിലായവരെയും ഒക്കെ എന്താക്കുന്നു തിരിച്ചറിയാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടറിനെ പരിശീലിപ്പിക്കുകയാണ്. അതായത് ഇത്ര മാർക്ക് കിട്ടിയവരൊക്കെ പാസ്സാണ്, ഇത്ര മാർക്ക് കിട്ടിയവരൊക്കെ ഫെയിലാണ്. അപ്പോൾ പിന്നീട് ഒരു പുതിയ വിദ്യാർത്ഥിയുടെ മാർക്ക് നൽകിയാൽ ഇപ്പോൾ ഒരുപാട് നമ്മളിങ്ങനെ ട്രെയിൻ ചെയ്തു, പിന്നെ വേറൊരു കുട്ടീൻ്റെ പുതിയൊരു വിദ്യാർത്ഥിയുടെ മാർക്ക് നമ്മൾ കൊടുത്താൽ കമ്പ്യൂട്ടർ അത് പാസ്സാണോ ഫെയിലാണോ എന്ന് പ്രവചിക്കുന്നു. അപ്പോൾ അതാണ് സൂപ്പർവൈസർ ലേണിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിന് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇവിടെ നമ്മൾ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ലേബിൾ ഡാറ്റ കൊടുക്കുകയാണ്. ഒരുപാട് ഈ പൂച്ചകളും ക്യാറ്റ് ഡോഗൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് ഈ ഒരു നമ്മൾ പ്രീവിയസ് നോളജ് വെച്ചിട്ട് ഈ ഒരു മെഷീൻ എന്താക്കുന്നുണ്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സൂപ്പർവൈസർ ലേണിങ്ങിൽ, മെഷീൻ ലേണിങ്ങിലുള്ള 2 കാറ്റഗറീസാണ് ക്ലാസിഫിക്കേഷൻ ആൻഡ് റിഗ്രഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് അൺസൂപ്പർവൈസർ ലേണിംഗ്. അപ്പോൾ സൂപ്പർവൈസർ ലേണിങ്ങിൻ്റെ ഓപ്പോസിറ്റാണ് അൺസൂപ്പർവൈസർ ലേണിംഗ്. ഇവിടെ നമ്മൾ ആദ്യം ട്രെയിൻ ചെയ്യിക്കുന്നില്ല. അതാണ് പറയുന്നത് അൺസൂപ്പർവൈസർ ലേണിംഗ് ഈസ് എ ലേണിംഗ് മെത്തേഡ് ഇൻ വിച്ച് എ മെഷീൻ ലേൺസ് വിത്തൗട്ട് എനി സൂപ്പർവിഷൻ. ഒരു സൂപ്പർവിഷനും ഇല്ലാതെയാണ് ഇവിടെ മെഷീൻ ലേൺ ചെയ്യുന്നത്. ഇൻ അൺസൂപ്പർവൈസ്ഡ് machine learning, this means that the system is trained on an unlabeled data set and makes output predictions without any human supervision. ഇവിടെ ഹ്യൂമൻ്റെ സൂപ്പർവിഷൻ ഒന്നുമില്ല. ഇവിടെ ഈ ഒരു മെഷീൻ സ്വയം ട്രെയിൻ ചെയ്യിച്ചിട്ട് ഔട്ട്പുട്ട് പ്രഡിക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ഫ്രൂട്ട്സ്, ഇപ്പോൾ ആപ്പിള്, ഗ്രീൻ ആപ്പിള്, റെഡ് ആപ്പിള്, ഓറഞ്ച്, ബനാന, അങ്ങനെ ഒരുപാട് ഫ്രൂട്ട്സ് നമ്മൾ ഈ ഒരു മെഷീന് കണ്ടെത്തുന്നു. അപ്പോൾ വീണ്ടും വേറൊരു ആപ്പിൾ വരികയാണെന്നുണ്ടെങ്കിൽ ഈ മുന്നേ ഉള്ള
ആ ഒരു ഇതൊക്കെ വെച്ചിട്ട് മുന്നേ ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ പിക്ചേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാണ്, ഇതിൻ്റെ ആകൃതിയും ഇതൊക്കെ ഷേപ്പും ഇതൊക്കെ വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാണ് ഇത് ഏതാണ് എന്നുള്ളത്, ഏത് ഫ്രൂട്ടാണെന്നുള്ളത്. അപ്പോൾ ഇത്രയാണ് അൺസൂപ്പർവൈസ്ഡ് ലേണിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. ഇതാണ് ഇതിൻ്റെ എക്സാമ്പിൾ. കണ്ടില്ലേ, ഇവിടെ ഒരു ട്രെയിനിങ് സെറ്റ് ഉണ്ട്, ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രൂട്ട്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇതിൽ നിന്ന് നമ്മൾ കൊടുത്തിട്ടുള്ള ഇത് ട്രെയിനിങ് സെറ്റ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള സെറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ ഇത് ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതിൻ്റെ ആ ഒരു ഷേപ്പ്, അതിൻ്റെ കളറൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഐഡൻറ്റിഫൈ ഗ്രൂപ്പ് ആക്കുന്നത്. അങ്ങനെയാണ് ഇത് പ്രെഡിക്റ്റ് ചെയ്യുന്നത് മെഷീൻസ് അൺസൂപ്പർവൈസ്ഡ് ലേണിങ്ങിൽ. അപ്പോൾ ഇതിൽ 2 കാറ്റഗറീസ് ആണുള്ളത്, ക്ലസ്റ്ററിങ് ആൻഡ് അസോസിയേഷൻ. അപ്പോൾ നമ്മളിവിടെ ഇതിൻ്റെ റിസൾട്ട് മുൻകൂട്ടി പറഞ്ഞു കൊടുക്കുന്നില്ല. അപ്പോൾ ഈ ഒരു മെഷീൻ സ്വയം ഡാറ്റയിലെ സാമ്യമുള്ള വിഭാഗങ്ങളെ കാറ്റഗറീസിനൊക്കെ കണ്ടെത്താണ് ചെയ്യുന്നത്. ഇതിനെയാണ് ക്ലസ്റ്ററിങ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിൽ ഫീച്ചർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു ടോപ്പിക് ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് പറയാം. ദ ആക്ട് ഓഫ് ചൂസിങ്, മോഡിഫൈങ് ആൻഡ് ട്രാൻസ്ഫോമിങ് റോ ഡാറ്റ ഇൻറ്റു ഫീച്ചേഴ്സ്. അതായത് നമുക്കൊരു റോ ഡാറ്റേനെ ചൂസ് ചെയ്യുക, അതിനെ മോഡിഫൈ ചെയ്യുക, അതിനെ ട്രാൻസ്ഫോം ചെയ്യുക എന്തിലോട്ട്, ഫീച്ചേഴ്സായിട്ട്. അപ്പോൾ അത് നടക്കുന്നത്, അത് യൂസ് ചെയ്യുന്നത്, ഈ ഒരു ഫീച്ചേഴ്സൊക്കെ യൂസ് ചെയ്യുന്നത് സൂപ്പർവൈസ്ഡ് ലേണിങ്ങിലാണ്. അപ്പോൾ ഇതിനെയാണ് ഫീച്ചർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. എന്താണ് AI എന്നും എന്താണ് മെഷീൻ ലേണിംഗ് എന്നുമുള്ള ജസ്റ്റ് ഇൻട്രൊഡക്ഷനാണ് തന്നിട്ടുള്ളത്. പിന്നെ മെഷീൻ ലേണിങ്ങിൽ 3 ടൈപ്സ് നമ്മൾ പറഞ്ഞു. 2 ടൈപ്സാണ് നമ്മൾ 3 ടൈപ്സ് ഉണ്ട്. 2 ടൈപ്സിനെ കുറിച്ചാണ് പഠിച്ചിട്ടുള്ളത്. സൂപ്പർവൈസറും ഉണ്ട്, അൺസൂപ്പർവൈസറും ഉണ്ട്, റീഇൻഫോഴ്സ്മെൻറ്റും ഉണ്ട്. മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.